കേരളത്തിന് തന്നെ മാതൃകയാവുന്ന ഒരു പദ്ധതിയുടെ ഭാഗമാവുകയാണ്. വളരെ ഊർജ്ജസ്വലരായി ഈ സാധനങ്ങൾ വന്നിറങ്ങി ആ ദിവസം മുതൽ തന്നെ ഇവിടെ എല്ലാ കൗൺസിലർമാരും വളരെ ഊർജ്ജസ്വലരായാണ് ഈ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്. ഇതിന്റെ എക്സ്പീരിയൻസ് അങ്ങനെ ഷെയർ ചെയ്യാമോ? ശരിക്കും പറഞ്ഞാൽ നമ്മള് വാർഡിലെ ടെൻഷൻസ് ഒക്കെ മാറി എല്ലാവരും ഭയങ്കര കളിച്ച് ചിരിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി തന്നെയാണ് ഓരോ കുട്ടികൾക്കും ഇത് പാക്ക് ചെയ്യുന്നത്. വളരെ കൃത്യനിഷ്ഠമായിട്ട് എനിക്ക് തോന്നുന്നു UP കുട്ടികൾക്ക് 5 ബുക്കും ഹൈസ്കൂൾ കുട്ടികൾക്ക് 7 ബുക്കും ഞങ്ങൾ കൃത്യമായി എണ്ണി ഓരോ സാധനങ്ങളും കുറയാതെ 3-4 ഘട്ടങ്ങളായിട്ടാണ് തരംതിരിച്ച് മാറ്റി വെക്കുന്നത്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഭയങ്കര വൈകാരികമായ നിമിഷമാണ്. എൻ്റെ കുട്ടിക്കാലത്ത് പഴയ ബാഗ് ഉപയോഗിച്ചുകൊണ്ട് പോയൊരു കുട്ടിക്കാലമാണ് എൻ്റെത് കസിൻസൊപ്പം. ഇതിപ്പം ഈ ഒരു മെയർ കെയറിലൂടെ ഒത്തിരി പാവപ്പെട്ട കുട്ടികൾക്ക് ഇങ്ങനെ ബുക്കും ബാഗും പുതിയ കൊടയും ഒക്കെ ആയിട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു എന്ന് അതിലൊരു ഭാഗമാകാൻ കഴിഞ്ഞാൽ ഭയങ്കര അഭിമാനം തോന്നുന്നു, ഭയങ്കര സന്തോഷം തോന്നുന്നു. എല്ലാവർക്കും ഒരു അധ്യയന വർഷം ആശംസിക്കുന്നു. തിരുവനന്തപുരം നഗരസഭയിൽ ഒരുപാട് മാറ്റങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പുതിയ ഭരണസമിതി വന്നതിന് ശേഷം. അതിൽ ഒരു പ്രധാനപ്പെട്ട മാറ്റമാണ് നാളെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന മേയർ കെയർ. തിരുവനന്തപുരം നഗരസഭയ്ക്കകത്തുള്ള സർക്കാർ സ്കൂളുകളിൽ നിന്ന് അവിടുത്തെ അധ്യാപകർ തിരഞ്ഞെടുക്കപ്പെട്ട 5000 കുട്ടികൾക്ക് 50 ലക്ഷം രൂപ വില വരുന്ന കിറ്റുകളുടെ വിതരണമാണ് നാളെ നടക്കുന്നത്. ഓരോ കുട്ടികൾക്ക് 1000 രൂപയുടെ കിറ്റ് എന്ന രീതിയിലാണ് ഈ കിറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. ഹൈസ്കൂൾ തലങ്ങളിലുള്ള കുട്ടികൾക്ക് പ്രത്യേകവും അതുവരെ UP സെക്ഷൻ വരെയുള്ള കുട്ടികൾക്ക് പ്രത്യേകവുമായിട്ടുള്ള കിറ്റുകളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മുടെ തിരുവനന്തപുരം നഗരസഭയുടെ ഉദ്യോഗസ്ഥർ അതുപോലെ തന്നെ മറ്റ് ജനപ്രതിനിധികൾ, മുൻകാലത്തെ ജനപ്രതിനിധികൾ എല്ലാവരും വളരെ സജീവമായിട്ട് ഈ പ്രവർത്തനം ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് ഈ രാത്രിയിലും മേയർ കെയറുടെ നേതൃത്വത്തിൽ നാളെ വിതരണം ചെയ്യുന്ന ഈ കിറ്റിന്റെ തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് മുഴുവൻ സമൂഹത്തിന്റെയും പിന്തുണ നമ്മൾ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരും, മാധ്യമ സുഹൃത്തുക്കളും എല്ലാവരും പിന്തുണയ്ക്കുക. ഇനി അങ്ങോട്ട് നിരവധി സേവന പ്രവർത്തനങ്ങൾ ഈ മേയർ കെയറുടെ കീഴിൽ നമ്മൾ ചെയ്യുന്നുണ്ടാവും. നമ്മളെ ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ ക്ഷണപ്രകാരം ഡൽഹിയിൽ പോയപ്പോൾ നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്ന ഓരോ പദ്ധതികളായിട്ട് നമ്മൾ പൂർത്തീകരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗം കൂടിയാണ് ഈ മേയർ കെയർ. അതുകൊണ്ട് തന്നെ ആരാധ്യനായിട്ടുള്ള നരേന്ദ്രമോദി, നമ്മുടെ പ്രധാനമന്ത്രി, അദ്ദേഹത്തിന്റെയും കൂടി ഒരു ആഗ്രഹപ്രകാരമുള്ള ഈ പദ്ധതിയിൽ എല്ലാ ജനങ്ങളുടെയും പിന്തുണ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഇന്ന് നമ്മളിവിടെ വളരെയേറെ സന്തോഷത്തോടെയാണ് ഇവിടെ 3 ദിവസം കൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട മേയർ കെയർ എന്നൊരു പദ്ധതി രൂപീകരിച്ചുകൊണ്ട് വാർഡുകളിലെ ഗവൺമെന്റ് സ്കൂളുകളിലുള്ള നമ്മുടെ കുട്ടികൾക്ക് പഠനോപകരണം, ബാഗ്, ബോക്സ്, LPSന് പ്രത്യേകം, ഹൈസ്കൂളിന് പ്രത്യേകമായിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് നാളെയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മേയർ ഉദ്ഘാടനം ചെയ്യുന്നത്. ഇത് വളരെയേറെ എക്സ്പീരിയൻസ് ഉള്ള കാര്യമാണ്. ഞാൻ തിരുവല്ലം വാർഡ് കൗൺസിലറായി ഇരുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ നഗരസഭയിൽ ഇങ്ങനെ എന്നുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടില്ല. വളരെയേറെ സന്തോഷത്തിലാണ്. നമ്മുടെ കുട്ടിക്കാലങ്ങളിൽ നമ്മൾ ഒരു ബാഗിന് വേണ്ടി വേണ്ടപ്പെട്ട പാവപ്പെട്ട കുടുംബത്തിലെ ഒരു ബാഗിന് വേണ്ടി അന്നത്തെ കാലം ബാഗല്ല, അന്നത്തെ എൻ്റെ കുട്ടിക്കാലം ഒരു രംഗപ്പെട്ടി കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ വളരെയേറെ മോഹിച്ച ഒരു കാലഘട്ടം നമുക്ക് അന്ന് കുട്ടിക്കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. നല്ല സാമ്പത്തികമുള്ള വീടുകളിൽ നിന്ന് കുട്ടികൾ പഠിക്കാൻ വരുമ്പോൾ അന്നത്തെ അലുമിനിയത്തിന്റെ രംഗപ്പെട്ടിയുണ്ട്, പ്ലാസ്റ്റിക് രംഗപ്പെട്ടിയുണ്ട്. അപ്പൊ നല്ല കളർഫുള്ളായിട്ട് വരണ സമയത്ത് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു രംഗപ്പെട്ടിക്ക് വേണ്ടി. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അച്ഛനടുത്ത് പറഞ്ഞു, അച്ഛൻ എനിക്കൊരു രംഗപ്പെട്ടി വേണമെന്ന് പറഞ്ഞ് എനിക്ക് മേടിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആശ നമ്മളെ മനസ്സിൽ ആശ. പക്ഷെ ഇന്ന് ആ കാലഘട്ടം കഴിഞ്ഞ് നല്ല കളർഫുള്ളായ ബാഗുകളൊക്കെയാണെന്നുള്ളത്. ഇന്നത്തെ ഈ ബാഗുകളെ കാണാൻ വളരെ 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 സന്തോഷമാണ്. നമ്മുടെ സ്കൂൾ കുട്ടികൾക്ക് കൊണ്ടുപോകണ കാണാൻ തന്നെ. അങ്ങനെ ഒരു മേയർ കെയർ നമ്മളെ ഈ ഭരണസമിതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ ഇനിയും നല്ല ഉയരങ്ങളിൽ എത്താൻ വേണ്ടി കഴിയും. നമ്മൾ 5 വർഷ കാലയളവ് കൊണ്ട് നല്ല ഈ മേയർ കെയറുമായിട്ട് ബന്ധപ്പെട്ട് പല പദ്ധതികൾ നമ്മൾ കൊണ്ടുവന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉറപ്പുണ്ട് നമുക്ക് എല്ലാവർക്കും. അങ്ങനെയുള്ള ഒരു പദ്ധതിയാണ് നമ്മൾ നാളെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. നമ്മൾ ബഹുമാനപ്പെട്ട മേയർ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. നമ്മുടെ CSR ഫണ്ടിന്റെ ഭാഗമായി തന്നെ 101 വാർഡുകളിലും നിർധനരായ കുട്ടികൾക്ക് ഈ പഠന ഉപകരണം കൊടുക്കുന്നതിൽ ഒരു ജനകീയമായ ഒരു പ്രവർത്തനമായിട്ടാണ് ഇത് കാണാൻ കഴിഞ്ഞത്. കാരണം ഗവൺമെന്റ് സ്കൂളുകൾ മാത്രമല്ല, എയ്ഡഡ് സ്കൂളുകൾ ഉൾപ്പെടുത്തിയതാണ് എൻ്റെ പ്രത്യേകത ഇതിനകത്ത് അനുഭവപ്പെടുന്നത്. 101 കൗൺസിലർമാരും ഇതിൻ്റെ ഭാഗമായിട്ടുള്ള പഠനോപകരണങ്ങൾ സെഗ്രിഗേഷൻ ചെയ്ത് ബാഗിനകത്താക്കി അത് കൃത്യമായി ഓരോ കുട്ടികൾക്കും എല്ലാം തുല്യമായി കിട്ടുന്ന രീതിയിൽ രാത്രിയും പകലും മുഴുവനും, ഞാനടക്കം രാത്രിയും പകലും മുഴുവനും ഈ പ്രവർത്തനം സമയത്തിന് എത്തിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. തീർച്ചയായും സ്കൂൾ പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായി എല്ലാ സ്കൂളുകളിലും സമയബന്ധിതമായി എത്തിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് ബഹുമാനപ്പെട്ട മേയർക്കും നമ്മുടെ നഗരസഭയ്ക്കും.
വളരെ നല്ലൊരു അഭിമാന നിമിഷത്തിലാണ് നമ്മൾ എല്ലാ കൗൺസിലേഴ്സും ഇവിടെ ഇരിക്കുന്നത്. നമ്മുടെ മേയർ കെയറിൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇങ്ങനെ ഒരു അനുഭവം നമുക്ക് നമ്മുടെ കൗൺസിലർമാർക്ക് ഇങ്ങനെ ഉണ്ടായത്. കാരണം ഇവിടെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ കൗൺസിലർമാരും നമ്മുടെ ഈ മേയർ കെയറിൽ നമ്മുടെ ഈ ബാഗും എല്ലാ ബുക്കും എല്ലാം അടുക്കാൻ വേണ്ടി പാക്ക് ചെയ്യാൻ വേണ്ടി നമ്മുടെ എല്ലാ കൗൺസിലർമാരും രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ പേരും ഒന്നിച്ചു നിന്നാണ് ഒരു വലിയൊരു കൂട്ടായ്മയോട് തന്നെയാണ് നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു വലിയൊരു മാറ്റത്തിന്റെ വലിയൊരു തുടക്കത്തിന്റെ ഒരു കാലം തന്നെയാണ് നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ മേയറും നമ്മുടെ ഇതിന്റെ എല്ലാ സംഘാടക പ്രവർത്തകരും വലിയൊരു കാര്യം തന്നെയാണ്. നമ്മുടെ തിരുവനന്തപുരത്തിലെ നമ്മുടെ സ്കൂൾ കുട്ടികൾക്ക്, പാവപ്പെട്ടവരായ ഒരുപാട് സ്കൂൾ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള സ്കൂൾ ബാഗും എല്ലാം ബുക്കും അടങ്ങുന്ന ഒരു കിറ്റ് കൊടുക്കുന്നത് ചരിത്രത്തിൽ ആദ്യം തന്നെയാണ്. എന്തായാലും വളരെ സന്തോഷം. നമ്മുടെ മേയറിന് ഒരു വലിയൊരു ബിഗ് സല്യൂട്ട് തന്നെയാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. എന്തായാലും വളരെ സന്തോഷം, അഭിമാന നിമിഷം. ഇത് വളരെ വലിയൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിലൂടെയാണ് ഈ പൊതുപ്രവർത്തന രംഗത്തേക്ക് വന്നത്. അപ്പോൾ സംഘത്തിന്റെ പല പ്രവർത്തനങ്ങളിലും നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സേവാഭാരതിയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് നഗരസഭയുടെ ഭാഗമായിട്ട് ഇത് ആദ്യമായിട്ടാണ് നമ്മുടെ നിർദ്ധനായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക്, നമ്മൾ ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ മക്കൾക്ക് ഇത്തരത്തിലുള്ളൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മേയർ മുന്നോട്ട് വന്നു. അത് വലിയൊരു കാര്യമാണ്. അതിനെല്ലാവരും പരക്കെ അംഗീകരിക്കുകയാണ്. മാറാത്തത് മാറും എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് സമഗ്രമായിട്ടുള്ളൊരു വികസനം നമ്മുടെ നാടിന് കൊണ്ടുവരും എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിയാണ് വികസിത തിരുവനന്തപുരം, വികസിത അനന്തപുരി, വികസിത കേരളം എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിയാണ് BJP ഇവിടെ നഗരസഭയിൽ ഭരണത്തിൽ വന്നത്. അതിൻ്റെ ആ കാര്യങ്ങളുമായി മുൻനിർത്തിയിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ കാര്യക്ഷമമായിട്ട് നമ്മുടെ മേയർ നടത്തി വരികയാണ്. അതിന്റെ ഭാഗമാണ് ഈ ഒരു സംരംഭം. ഇതിന് എല്ലാവിധ പിന്തുണയും എല്ലാവിധ ആശംസകളും ഈ അവസരത്തിൽ അർപ്പിക്കുക. ഈ ഒരു സമയം വളരെ അഭിമാനകരവും സന്തോഷകരമായ ഒരു സമയമാണ്. എന്തായാലും നമ്മുടെ മേയർ കെയർ വളരെ കുട്ടികൾക്ക് നമ്മുടെ നോട്ട് ബുക്കുകളായാലും ബാഗ്, വാട്ടർ ബോട്ടിൽ, കുട, പേന, പെൻസിൽ എല്ലാം അവർക്ക് ആവശ്യമുള്ള എല്ലാവിധ രീതിയിലും ഒരു പ്രചോദനം അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി നമ്മുടെ മേയർ അല്ലെങ്കിൽ ബാക്കി മറ്റ് കൗൺസിലർമാർ, രാഷ്ട്രീയത്തിന് അതീതമായ എല്ലാ കൗൺസിലർമാരും പങ്കെടുത്ത് ഇത് നാളെ 1-ാം തീയതി സ്കൂൾ തുറക്കുകയാണ്. സ്കൂൾ തുറക്കുമ്പോൾ അവർക്ക് ആസ്വാദ്യകരമായ രീതിയിൽ ഒരു സർപ്രൈസ് നമ്മുടെ മേയർ ഒരുക്കിയിരിക്കുകയാണ്. ആ മേയറുടെ നേതൃത്വത്തിൽ 101 കൗൺസിലർമാരും അണിനിരന്നുകൊണ്ട് ഈ കൗൺസിൽ ഹാളിൽ വെച്ചിട്ട് തന്നെ ബാഗ് പാക്ക് ചെയ്യുന്നതിന്, ബാഗിലും മറ്റ് ബുക്കുകൾ എല്ലാം പാക്ക് ചെയ്യുന്നതിനുമൊക്കെ 3 ദിവസമായി രാത്രിയും പകലൊന്നുമില്ലാതെ എല്ലാ കൗൺസിലർമാരും നല്ല രീതിയിൽ പ്രവർത്തിച്ച് അവരുടെ വാർഡുകളിൽ പല കാര്യങ്ങളുണ്ടെങ്കിൽ പോലും അതിലെ കാര്യങ്ങളും ചെയ്തിട്ടാണ് ഇന്ന് ഈ രാത്രി സമയത്തും ഇവിടെ നിന്ന് നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നത്. എന്തായിരുന്നാലും എൻ്റെ ഒരു 35 വർഷത്തെ ഈ രാഷ്ട്രീയ ജീവിതത്തിനിടയ്ക്ക് തിരുവനന്തപുരം നഗരസഭയിൽ നിന്നും ഇത്രയേറെ ഒരു വലിയൊരു റിസ്ക് എടുത്തുകൊണ്ടൊരു പണി മേയർ ഇത് ഏറ്റെടുത്തിരിക്കുകയാണ്. നിർധനരായ കുട്ടികൾക്ക് കണ്ടെത്തിക്കൊണ്ട് തിരുവനന്തപുരം നഗരത്തിൽ ഗവൺമെൻറ് സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇങ്ങനെ ഒരു സംരംഭം ചെയ്യുന്നത് എന്തായിരുന്നാലും വളരെയധികം നല്ല കാര്യമാണ്. ഇത് ജനങ്ങളുടെ ഇടയിൽ വലിയൊരു ഒരു ആഘോഷം തന്നെ നടക്കുന്നുണ്ട്. സ്കൂൾ കുട്ടികൾ തീർച്ചയായിട്ടും ഇത് വളരെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തും. ഞങ്ങൾ ഈ വരുന്ന തലമുറയ്ക്ക്, വിദ്യാർത്ഥികൾക്ക് ഞങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് ഞങ്ങൾ മേയർ അത് യാഥാർത്ഥ്യമാക്കി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാലഘട്ടത്ത് എന്നെ പോലെയുള്ള വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ഒരു നല്ലൊരു ബാഗില്ലായിരുന്നു. അത് കണ്ടുകൊണ്ടായിരിക്കാം തിരുവനന്തപുരത്തെ നഗരപിതാവ് നമ്മുടെ ബഹുമാനപ്പെട്ട മേയർ ഈ ഒരു പദ്ധതി കൊണ്ടുവരിക, ഇതിൽ ഞങ്ങളെ പങ്കാളിയാക്കി. ഞങ്ങൾ ഇപ്പോൾ ഭരണപക്ഷ പാർട്ടി മാത്രമല്ല, പ്രതിപക്ഷവും എല്ലാ പാർട്ടിക്കാരും ഒരു ഒന്നിണക്കത്തോടെയാണ് നിന്ന് ഇത് ബാഗുകൾ നിറയ്ക്കുന്നതും ഇത് വിദ്യാർത്ഥികളെ കയ്യിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇത് നഗരസഭയുടെ തനത് ഫണ്ടൊന്നുമല്ല,
CSR ഫണ്ട് ഉപയോഗിച്ചാണ് നമ്മളിത് ചെയ്യുന്നത്. ഇത് ജനങ്ങളെ കൃത്യമായി വിദ്യാർത്ഥികളുടെ കയ്യിലെത്തിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. കാരണം എന്ന് വെച്ചാൽ തിരുവനന്തപുരം നഗരസഭയിൽ 101 വാർഡുകളുണ്ട്. ഈ 101 വാർഡിലെ സ്കൂളുകൾ, ഗവൺമെൻറ് സ്കൂളുകൾ കണ്ടെത്തുകയും അതിലെ ഹെഡ്മിസ്ട്രസിനെ വിളിച്ചുകൊണ്ട് ഇവിടെ വരുത്തുകയും അതിനെക്കുറിച്ച് സ്റ്റഡി നടത്തുകയും അവരുടെ കയ്യിലാണ് ഈ ബുക്കുകൾ ഏൽപ്പിക്കുന്നത്, ഈ ബാഗുകളും ഈ പിള്ളേർക്കോ വിദ്യാർത്ഥികളുള്ള കിറ്റുകൾ ഏൽപ്പിക്കുന്നത്. അതിലൊരു ഭാഗമായി എനിക്ക് സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇന്ന് അവസാന ദിവസത്തെ പണിപ്പുരയിലാണ്. ഇന്നുകൊണ്ട് എല്ലാം യാഥാർത്ഥ്യമാകും. നാളെ പുലർച്ചെ രാവിലെ 10 മണിക്ക് ഇത് പൂർണ്ണമായും നമ്മളെ മേയറുടെ സ്വപ്ന സാക്ഷാത്കാരം, അതുപോലെ ഞങ്ങളുടെ സ്വപ്നം ഇവിടെ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. മേയർ കെയർ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം നടത്തുന്നത് നമ്മുടെ സ്കൂളുകളിൽ തന്നെ ഒരു കൗൺസിലറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുട്ടികളെ കാണാറുണ്ട്. അവർക്കൊരു കൈത്താങ് സഹായമാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു.